എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ബഷീർ ദിന ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം വയലാലി വീട്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ഒരേയൊരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താ? ഉത്തരം കഥാബീജം. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം എ വിൻസെൻ്റ്. സാഹിത്യ രംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ്? ഉത്തരം EM അഷറഫ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി? ഉത്തരം നേരും നുണയും. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി? ഉത്തരം യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ഉജ്ജീവനം വാരികയിൽ ഏതു തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത്? ഉത്തരം തേന്മാവ്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്?
ഉത്തരം 1959. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഉത്തരം ജയകേസരി. നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം ഭാർഗവി നിലയം. ഇൻറ്റുപ്പുപ്പോക്കര ആനയുണ്ടാർന്ന് എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞുപാത്തുമ്മ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജ രാജകുമാരി. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാരാണ്? ഉത്തരം M.A. റഹ്മാൻ. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം പ്രൊഫസർ M.N. വിജയൻ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ്? ഉത്തരം M.N. കാരശ്ശേരി. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീർ അന്തരിച്ച വർഷം? ഉത്തരം 1994 ജൂലൈ 5. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ഇൻറ്റുപ്പുപ്പോക്കര ആനയുണ്ടാർന്ന്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കടുവാക്കുഴി ഗ്രാമം.